ഹായ്, ഗുഡ് ഈവനിങ്. ബേസ് കോളത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. അത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ചായക്കും രാവിലെ ആയാലും അത് ഇത് പുഴുങ്ങി തരും, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് തരും, ഇല്ലെങ്കിൽ കനലിൽ ചുട്ട് തരും. അങ്ങനെ ചെറുപ്പകാലത്ത് ഞങ്ങൾ നിറച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ നാളെ ആ ഗ്യാപ്പ് വന്നു. പിന്നെ ഓരോ സ്ഥലത്തൊക്കെ പോയി വരുമ്പോഴത്തേക്ക് അതങ്ങ് ആ കാര്യമേ മറന്നുപോയി. ഇപ്പോൾ സാധാരണ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് ഫ്രഷായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ രണ്ട് കളറിൽ കാണും, ചിലപ്പോൾ ഒരു പിങ്ക് കളർ, ഈ കളർ കാണും, ചിലപ്പോൾ വൈറ്റ് കാണും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഈ കളറാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇത് ചെറുതായി സ്ക്വയറായിട്ട് മുറിച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ കാണിക്കും, നമുക്ക് ഒത്തിരി സമയം വേണ്ടല്ലോ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്ത് വെച്ചാൽ നമുക്കിത് വേഗം എടുക്കാം. അതുകൊണ്ട് അത് കഴിഞ്ഞ് കടുക്, പച്ചമുളക്, ഇഞ്ചി, മുളക്, ജീരകം, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, പിന്നെ കായം. ഇതാണ് ഇതിനുണ്ടെന്ന സാധനങ്ങൾ. ഉപ്പ്, നമുക്ക് പിന്നെ തേങ്ങ. ഇതെല്ലാം കഴിയുമ്പോൾ നല്ല ഫ്രഷ് തേങ്ങ, ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു സ്പൂൺ, വലിയൊരു സ്പൂൺ എണ്ണ. നമ്മൾ ഏത് എണ്ണയായാലും വെളിച്ചെണ്ണയായാലും വെച്ചുകൂടായാലും നമ്മൾ എന്താണോ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത്. ഇത് കഴിഞ്ഞ് കുറച്ച് ശകലം കടുക്, ജീരകം, ഇഞ്ചി, പച്ചമുളക്. നമ്മളിതിന് ശരിക്കും കടുകും ജീരകവും ഇഞ്ചിയൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് നല്ലപോലെ ഇടണം. ഉഴുന്നുപരിപ്പ്, മുളക്, ഇതാണ് ഈ കടുക്. ഇതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ലപോലെ ഉഴുന്നിട്ട് ഇഞ്ചിയും നല്ല ജീരകവും ഇതൊക്കെ വരുമ്പം കറിവേപ്പില, കടുകെല്ലാം നല്ലപോലെ വെച്ച് ചേർക്കും. ജീരകമൊക്കെ ഇട്ട് നല്ല അതിൻ്റെ നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്റ്റീം ചെയ്തിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഇതിനകത്ത് ഇടണം. അത് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്നു. ശകലം ഉപ്പ്, കുറച്ച് കായം, പിന്നെ ഉഴുന്നുപരിപ്പും ജീരകവും കടുകുമാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കൂട്ടുന്നത്. നല്ലപോലെ കുഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ച തേങ്ങയാണ്. തേങ്ങ നല്ലപോലെ പച്ച ആണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും. ഇത് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഏതായാലും നമുക്ക് കഴിക്കാം. കഴിഞ്ഞത് സ്റ്റീം ചെയ്തുകൊണ്ട് വേഗം അധികം വേവില്ല, ഇല്ലെങ്കിലും പച്ചയിലും വേവില്ല. വേവ് അധികം ഇല്ലാത്ത ഒരു ഇതാണ് സാധനമാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. ഇതാണ് നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ.
സ്വീറ്റ് പൊട്ടറ്റോ ടോസ്റ്റ്. വളരെ നല്ലതാണ്. വൈകിട്ടൊക്കെ ചായയ്ക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് കഴിക്കാം. നല്ല അധികം മധുരമില്ല, പക്ഷേ കഴിക്കാനുള്ള കായവും തേങ്ങയും എല്ലാം കൂടെ ചേരുമ്പോൾ അതിനൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.